അല്ല എന്താ സാർ? ഇല്ല, ഞാൻ കണ്ടില്ലായിരുന്നു സാർ. ഒരു മിനിറ്റ്, ഞാൻ ചെക്ക് ചെയ്തോട്ടെ. ആ പ്രൂഫ് കണ്ടു സാർ. സാർ ഞാനത് അല്ല അറിഞ്ഞില്ലായിരുന്നു. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു. ടോമേ, നിങ്ങൾ രണ്ടുപേരും ക്യാബിൻ പേര് വരണേ. ആ ആഷിഖിനെ നിങ്ങൾ വിളിച്ചോ. ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ട് ആയിരുന്നല്ലേ? നീയാണ് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തല്ലടാ? പുതിയ ക്യാമറ വാങ്ങിച്ചപ്പോ അത് പിന്നെ ഫ്രീ ടൈം കിട്ടിയപ്പം അവിടെ ഇരിക്കുന്നവരെ മണ്ടന്മാരെന്നാണ് ജെസ്സി വിചാരിച്ചു വെച്ചേക്കുന്നത്. വീഡിയോ പ്രൂഫാണ് അയച്ചു കൊടുത്തേക്കുന്നത്. അതാ കാണു. എന്തെങ്കിലും പറയാനുണ്ടോ സാറേ? ഒരു പുതിയ ക്യാമറ എടുത്തപ്പോ എന്തോന്നടാ ഇതൊക്കെ? 2 ഫോട്ടോ എടുത്തേ ഉള്ളൂ സാറേ. ടോമി, ഞാൻ നിങ്ങളുടെ ഇപ്പൊ കുറച്ച് നിങ്ങളെ പറഞ്ഞല്ലേ ഉള്ളൂ. ഇത്ര ഇറസ്പോൺസിബിൾ ആയ എങ്ങനെയാണ്? സോറി സർ. ഇതിൽ ആരാ എന്നിട്ട് പെട്ടത് ഇപ്പൊ? സാറേ അവരല്ല, ഞാൻ നിർബന്ധിച്ചപ്പോഴാണ് അവർ പോസ് ചെയ്യാനായിട്ട് നിന്ന്. ഇവിടെ അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതിപ്പോ ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുത്തവർക്കും എടുത്തവനും ഇതൊന്നും മോണിറ്റർ ചെയ്യാത്ത എനിക്കെതിരായിട്ട് ഡിസിപ്ലിനറി ആക്ഷൻ ഉറപ്പായിട്ടുണ്ടാവും. ടോമിന് അറിയാമല്ലോ ഓഫീസിലെ കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച്. സാറേ അവർ ഈ ഫോട്ടോയുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ എന്തെങ്കിലും പറഞ്ഞിരുന്നു? വേറെ എന്തോന്നു? അല്ല വേറെ എന്തെങ്കിലും. വേറെ എന്തിനാണ് ഇനി പറയുന്നത്? ഇത്രയും പോരെ? ചോദിച്ചെന്നേ ഉള്ളൂ. അയ്യോ വലിയ പണി എന്തോ പറഞ്ഞുണ്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലേ സർ? സസ്പെൻഷൻ ലെറ്റർ ഹെഡ് ഓഫീസിൽ നിന്ന് ടൈപ്പ് ചെയ്ത് തുടങ്ങിയെന്നാ കേട്ടത്. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഈ മാനേജറും അസിസ്റ്റന്റ് മാനേജറും ഒക്കെ പോകുമ്പോ പിന്നെ ഈ ഓഫീസിലെ ഏറ്റവും എക്സ്പീരിയൻസ് സ്റ്റാഫ് ആയിരിക്കില്ലേ ഇവിടുത്തെ ഇൻചാർജ്? ടീമിനൊക്കെ മൊത്തം പറഞ്ഞു വിടാന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയാ. കുഴപ്പമില്ല, പിന്നെ എന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കുമല്ലോ. അതെ അതെ, ഈ ടീമിനെ മൊത്തം പറഞ്ഞുവിടുക അങ്ങനത്തെ ആവേശമൊന്നും വേണ്ട. ഒരു 2 ഫോട്ടോ എടുത്തതിന്റെ പേരിൽ കൂടി വന്നൊരു എൻക്വയറി അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ. എന്താ സാർ 2 ഫോട്ടോയോ? ഓഫീസ് ടൈമിലിരുന്ന് ഫോട്ടോ ഷൂട്ട് ചെയ്യുക, അത് ഓഫീസിലിരുന്ന് എഡിറ്റ് ചെയ്യുക, എന്നിട്ട് കപ്പിൾ കോൺടെസ്റ്റിലേക്ക് അയച്ചു കൊടുക്കുക. കപ്പിൾ കോൺടെസ്റ്റിലൊന്നും അയച്ചൊന്നുമില്ല ബോസ്. അപ്പൊ ആരും അറിഞ്ഞില്ലേ? അതൊക്കെ നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല പറയട്ടെ, അതും കഴിഞ്ഞ് എല്ലാ സ്റ്റാഫുകളെയും ജോലി ടൈമിൽ വിളിച്ചു നിർത്തി നേരത്തെ നിർത്തി ഫോട്ടോ എടുത്ത് ലിങ്ക്ഡിനിലും ഇൻസ്റ്റഗ്രാമിലും ഹാപ്പി ടൈം അറ്റ് വർക്ക് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാം. ഒരു കോൺടെസ്റ്റിന് നമ്മളാരും അയച്ചിട്ടൊന്നുമില്ല. അതെവിടെ ചോദിക്കുക? ഒന്നും അറിഞ്ഞില്ലേ? നീ അങ്ങനെ വല്ലതും ചെയ്തോടാ? ഹാപ്പി വർക്ക് അറ്റ് ഓഫീസ് എന്നായിരുന്നു സർ ഹാഷ്ടാഗ്. കോൺടെസ്റ്റ് കണ്ടപ്പം കൊടുത്ത പുതിയൊരു ക്യാമറ വാങ്ങിയപ്പോൾ ആവേശത്തിൽ അങ്ങനെയൊക്കെ ചെയ്തു പോയതാണ് സാറേ.